സിനിമാ നടൻ ജഗദീഷ് അവതാരകന്മാരും അവതാരികളെയും ഇവിടെ അടച്ചാക്ഷേപിച്ചിരിക്കുന്നു. കേട്ടായിരുന്നു ആ ഇന്റർവ്യൂ? കേട്ടു. അതായത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അതായത് അന്തിച്ചർച്ചയ്ക്ക് ഇരിക്കാന്ന് കളിയാക്കും നമ്മളെ. അന്തിച്ചർച്ച അല്ലെങ്കിൽ സായാഹ്ന ചർച്ചകളിൽ എന്തും ചർച്ചയാണല്ലോ. ഇപ്പോൾ ജനങ്ങൾക്ക് ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ സബ്ജക്റ്റുകൾ ഇട്ട് തരുന്നത്. ആ ജനങ്ങളിരുന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ കാണാറില്ല. പകരം ജനങ്ങളുടെ പ്രതിനിധികളായിട്ടാണ് മാധ്യമപ്രവർത്തകരിരുന്ന് ചർച്ച ചെയ്യുന്നത്. ജനങ്ങൾക്കിടയിലുള്ള പ്രതിനിധികളെ വിളിക്കാറുണ്ട്. അങ്ങനെയുള്ള ചർച്ചകളിൽ മതവും അതുപോലെ അപകടങ്ങളും മയക്കുമരുന്നും എല്ലാ വിഷയങ്ങളും കടന്നു വരാറുണ്ട്. ആ കടന്നു വരുന്ന വിഷയങ്ങൾ രണ്ട് ഓപ്പോസിറ്റ് ആൾക്കാരായിരിക്കുമല്ലോ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുക. അപ്പോൾ അവരുടെ ആ ഒരു പോര് മുറുകി, അല്ലെങ്കിൽ ആ ചർച്ച ഇച്ചിരി പോരല്ല, ആ ചർച്ച ഇച്ചിരി ഹോട്ടാകുമ്പോൾ, അതിൻ്റെ ചൂടാകുമ്പോൾ അവതാരകയോ അവതാരകരുടെയോ കണ്ണിൽ അതിൻ്റെ ഒരു സന്തോഷം, ഒരു നക്ഷത്രം തിളങ്ങുന്നതായിട്ട് ജഗദീഷിന് തോന്നിയത്രേ. പുള്ളി എന്താണ് ഉദ്ദേശിച്ചത്? അതായത് അവതാരകരും അവതാരികം, അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യുന്ന അവതാരകരാണ് പ്രശ്നക്കാരെന്നാണ് ജഗദീഷ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ഒരു മാധ്യമപ്രവർത്തക താങ്കൾ എമ്പുരാൻ്റെ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ജഗദീഷ് ഈ മറുപടി ചോദ്യം അങ്ങോട്ട് ചോദിച്ചത്. അതായത് എമ്പുരാൻ കുറേ വിവാദങ്ങൾ ഉണ്ടാക്കി, അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള സിനിമാ അഭിനയത്തിൽ നിങ്ങൾ സ്ക്രിപ്റ്റൊക്കെ തിരഞ്ഞെടുക്കുന്നതിന് കുറെ കൂടെ ശ്രദ്ധിക്കുമോ എന്ന് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. അതിനാണ് ജഗദീഷ് ഇങ്ങനെ ഒരു അടച്ചാക്ഷേപം നടത്തിയത്. വളരെ മോശമായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, ആ പറഞ്ഞ മറുപടി എന്താണെന്ന് ശാരിക ശ്രദ്ധിച്ചു. ഞാനും ഒരു കുറ്റക്കാരനാണ്, അതിനുള്ള ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു, എന്റെ മിസ്റ്റേക്ക് ആണ്. കാരണം എന്താ, സായാഹ്ന ചർച്ചകളിൽ അല്ലെങ്കിൽ സംവാദങ്ങളിൽ, നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത്, ഡിസ്കഷൻ അല്ലല്ലോ, ഡിബേറ്റ് ആണ് നടക്കുന്നത്. ചാനലുകളിൽ നടക്കുന്ന ഡിബേറ്റ് ആണ്. അപ്പോൾ ഒന്നോ രണ്ടോ ആളുകളല്ല, കൂടുതലും 4 പേരും ഒരു അവതാരകനും, അതായത് 5 പേരുടെ ഒരു പാനലായിരിക്കും ഡിസ്കഷൻ ഇരിക്കുന്നത്. ഈ അവതാരകൻ അല്ലെങ്കിൽ അവതാരിക എന്ന് പറയുന്ന ഒരാൾ ഒരു മീഡിയേറ്റർ മാത്രമാണ്. അതായത് ബാക്കിയുള്ള 4 പേർക്കും അല്ലെങ്കിൽ 3 പേർക്കും സംസാരിക്കാൻ ഒരു അവസരം കൃത്യമായ ഇടവേളകളിൽ കൊടുക്കുന്നു. അവർ ബിലോങ് ചെയ്യുന്ന ഭാഗത്തിൻ്റെ അവരുടെ വിശദീകരണം എന്താണെന്ന് പറയാൻ ഒരു വേദി ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ആ ഒരു വ്യക്തി തൻ്റെ സ്വന്തം നിലപാടോ അല്ലെങ്കിൽ തൻ്റെ സ്വന്തം വ്യക്തി താല്പര്യങ്ങളോ മാത്രമല്ല അവിടെ പറയുന്നത്. താൻ ബിലോങ് ചെയ്യുന്നത് ഇപ്പോൾ ചിലപ്പം രാഷ്ട്രീയപരമായിട്ടുള്ളതായിരിക്കാം, മതപരമായിട്ടുള്ളതായിരിക്കാം, ഏതൊരു കാര്യത്തിൽ ഇപ്പം നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരും വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ചിന്താഗതി എന്ന് ചോദിക്കുമ്പോൾ, അതിപ്പോൾ ഒരു ചാനലോ ഒരു പ്രമുഖ മാധ്യമമോ അല്ല, എല്ലാ മാധ്യമങ്ങളും കാലങ്ങളായിട്ട് പിന്തുടർന്നു. അതായത് ഈ ഒരു ന്യൂസ് ചാനൽസ് ഉണ്ടായി അല്ലെങ്കിൽ ഈ ഒരു ഡിബേറ്റ് എന്ന് പറയുന്ന സംഭവം വന്ന കാലം മുതൽ എല്ലാവരും ചെയ്യുന്നതാണ്. അന്നത്തെ ദിവസത്തെ ആ ദിവസം കത്തി നിൽക്കുന്ന ഏത് വാർത്തയാണോ അല്ലെങ്കിൽ വിവാദങ്ങളായിക്കോട്ടെ നല്ല കാര്യങ്ങളായിക്കോട്ടെ, മുൻപായിരുന്നു എപ്പോഴും നമുക്ക് പറയാമായിരുന്നു വിവാദങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നല്ല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. അത് കൃത്യമായി വീക്ഷിക്കുകയാണെങ്കിൽ അത് മനസ്സിലാവും. അതുപോലെ തന്നെ എല്ലാ ചാനലുകാരും ഒരുപോലെ എല്ലാ ദിവസവും ഒരേ വിഷയം ആയിരിക്കില്ല. ഓരോരുത്തർക്ക് അവരുടേതായ ഇൻട്രസ്റ്റ് കാണും. അവരവരുടെ നിലപാടിനനുസരിച്ച് അല്ലെങ്കിൽ ആ നിലപാടിനൊപ്പം നിൽക്കണം എന്നുള്ള താല്പര്യം പലർക്കും പലതാണ്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ഓരോ വ്യക്തികളെയും അവർ ഇൻവൈറ്റ് ചെയ്യുന്നു, സംസാരിക്കാൻ തയ്യാറാവുന്നവർ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ, ഈ നാട്ടിൽ 3 കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ 3 കോടി ജനങ്ങൾക്കും ഓടി വന്ന് നമ്മുടേതായ അഭിപ്രായങ്ങൾ അറിയിക്കാനോ പറയാനോ പറ്റില്ല. അപ്പോൾ അവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ കുറച്ചധികം വ്യക്തികൾ പല തവണയായിട്ട് പല അവസരങ്ങളിൽ വന്നിരുന്ന് ആളെ റെപ്രസെന്റ് ചെയ്താണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവതാരകനോ, എൻ്റെ ഒരു കൺസെപ്റ്റാണ് കേട്ടോ, അവതാരകനോ അല്ലെങ്കിൽ അവതാരികയോ അവിടെ ചെയ്യുന്നത് അവരെ കൃത്യമായ ഇടവേളകളിൽ നിയന്ത്രിച്ചുകൊണ്ട് അവർക്ക് കൃത്യമായ തുല്യമായ സമയം അനുവദിച്ചുകൊണ്ട് അവരവരുടെ കൺസെപ്റ്റുകളെ പറയാൻ, ഇപ്പം ആ ഇരിക്കുന്ന അവതാരകനോ അവതാരികയോ രാഷ്ട്രീയപരമായിട്ടും ഇവരുമായിട്ട് ചേരാത്ത ആയിരിക്കാം. അങ്ങനെയെങ്കിൽ പോലും ഈ പറയുന്ന കാര്യങ്ങൾ അവർക്കും പഠിക്കാനുള്ള അവസരമാണത്. ഈ ഓരോ വ്യക്തികളും നമ്മൾ എപ്പോഴും പറയൂല, അറിവെന്ന് പറയുന്നത് നേടാൻ നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രായപരിധിയില്ല. അല്ലാതെ അവർ വിവാദം സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ അവതാരകനോ അവതാരികയുടെ കണ്ണുകളിൽ തിളക്കം വരുന്നു, അവർ തമ്മിലടുപ്പിക്കുന്നു, അങ്ങനെയല്ല. തമ്മിലടികൾ ഉണ്ടാവുമ്പോൾ നിയന്ത്രിക്കുന്നതും അവരുണ്ട്, അതും കൂടെ കാണണം. ഇപ്പോൾ ഇത്രയും നാളായിട്ട് ഇത് ഫോളോ ചെയ്ത് വരികയാണെന്ന് പറയുമ്പോൾ തീർച്ചയായും നിങ്ങൾ അതും കണ്ടിട്ടുണ്ടാവണം. അല്ലാതെ അത് തൻ്റെ കുറ്റമാണ്, താൻ അന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ താൻ അന്നേ പ്രതികരിക്കണം. പക്ഷെ ഒരു ജഗദീഷോ അല്ലെങ്കിൽ കുറേ അധികം ജഗദീഷുമാരോ പ്രതികരിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ തീരത്തില്ല. പക്ഷെ ഇവിടെ ശരിക്കും അവർ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ പ്രതികരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആളുകളെ കൂട്ടാം, ഇങ്ങനെ വേണ്ട ഇത് വേണ്ട എന്ന് പറയാം. പക്ഷെ ഇത്രയും കാലങ്ങളായിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു രീതി ആയിരുന്നു ഇതെങ്കിൽ ഇതെന്നേ ഈ ഡിബേറ്റ് നമ്മുടെ സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾ വഴിയോ നിർത്തലാക്കിയേനെ. അതെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജഗദീഷിൽ നിന്ന് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.
പറ്റില്ല. കാരണം അവതാരിക വളരെ മാന്യമായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. കാരണം എമ്പുരാന്റെ വിവാദം സൃഷ്ടിച്ചത് ആരാണ്? അവതാരികകളാണോ? അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന എല്ലാ സിനിമകളുടെയും വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് അവതാരികമാരാണോ? അല്ല. അല്ലെങ്കിൽ അവതാരകന്മാർ, ആങ്കേഴ്സ് അല്ല ഇതൊന്നും ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ അവർക്ക് കൊണ്ടുവന്നൊരു സ്റ്റേജ് ഉണ്ടാക്കി കൊടുക്കുക, അവരെ റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുക, അല്ലെങ്കിൽ അവർ ഈ പൗർണമി പറഞ്ഞ പോലെ ചർച്ചകളുടെ ഇടവേളകളിൽ പല ചർച്ചകളും കയ്യാങ്കളി, അല്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ പലയിടത്തും ഇരുന്ന് ആയതുകൊണ്ട് മാത്രമാണ് തമ്മിത്തല്ലിൽ എത്തിക്കാത്തത്. പലരും പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നുണ്ട്. ഒരുമിച്ചാണെങ്കിൽ കൂട്ടത്തല്ല് നടക്കുന്ന പരുവത്തിലുള്ള ടീമുകളെയാണ് ആങ്കർ ചർച്ചകൾക്ക് ഇരുത്തുന്നത്. അപ്പോൾ ഈ ആങ്കറിന്റെ ഒരു ധൈര്യം നിങ്ങൾ നോക്കണം. കാരണം ഇവരെയൊക്കെ ഒരേപോലെ പല മതത്തിന് അനുകൂലിക്കുന്നവർ, പല രാഷ്ട്രീയ പാർട്ടികളിൽ ഉള്ളവർ, അതും വളരെ ഫിയേഴ്സ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. പാവങ്ങളോ സോഫ്റ്റ് ആയിട്ട് സട്ടിലായിട്ട് സംസാരിക്കുന്നവരല്ല ചർച്ചകൾക്ക് വന്നിരിക്കുന്നത്. നല്ല കത്തിമുനയുള്ള വാക്കുകൾ ചൊരിയുന്ന, നല്ല വിദ്വേഷങ്ങൾ ചൊരിയുന്ന പല ടൈപ്പ് ഓഫ് ആൾക്കാർ ചർച്ചകളിൽ ആണും പെണ്ണും ഒക്കെ വന്നിരിക്കാറുണ്ട്. ഇവരെയൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് ചിലപ്പോഴും ചില ചാനലിലൊക്കെ നല്ല അടിപൊളി അവതാരകർ വന്നിട്ട് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് സധൈര്യം വിളിച്ച് പറയുന്ന നല്ല റിപ്പോർട്ടർ, അല്ലെങ്കിൽ നല്ല റിപ്പോർട്ടർ ജേർണലിസ്റ്റുകൾ, ഐ മീൻ ഇൻ ദ സെൻസ് റിപ്പോർട്ടർ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള നല്ല സധൈര്യമുള്ള ജേർണലിസ്റ്റുകൾ വന്നിരുന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ കത്തിക്കേറി വേണ്ടാതിനൊക്കെ വിളിച്ച് പറയും, ചിലപ്പോൾ തെറി പറയുന്നു. അപ്പോൾ അവർ പറയും ഇല്ല ഇതൊന്നും ഇവിടെ സംസാരിക്കാൻ പറ്റില്ല, എന്റെ പാനലിൽ പറ്റില്ല, ഇതൊന്നും സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇത്ര നല്ലവൻ കളിക്കുമ്പോൾ നിങ്ങൾ അന്ന് അത് ചെയ്തതല്ലേ എന്ന് ഈ ജേർണലിസ്റ്റിന് അറിയാം. അത്രയും ബോധമുള്ള ഒരാളാണ്, അത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ബ്രേവ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ ചർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത്, ഐ മീൻ അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങൊരാളില്ലെങ്കിൽ പിന്നെ എന്ത് ചർച്ച? അത്രയും മനോഹരമായിട്ടൊരു ഡിബേറ്റിനെ കൊണ്ടുപോകുന്നത് അവരാണ്. അതുകൊണ്ടാണ് ആൾക്കാർ അന്തിചർച്ചയ്ക്ക് ആൾക്കാരുടെ എണ്ണം കൂടുന്നത്, കാണികളുടെ എണ്ണം കൂടുന്നത്. അതുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന ജഗദീഷ് പോലും അത് കണ്ടതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് വളരെ വളരെ മോശം, ഖേദകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ മതവിദ്വേഷ പരാമർശങ്ങളോ അല്ലെങ്കിൽ ജാതീയമായ പരാമർശങ്ങളോ പൊളിറ്റിക്കൽ പരാമർശങ്ങളോ ഉണ്ടാകുമ്പോൾ അത് ചർച്ചകൾക്ക് അത് വേണം. ചർച്ച എന്ന് പറഞ്ഞാൽ ചൂട് വേണം, ആ ഒരു ഊഷ്മാവ് കൂടണം, എന്നാലേ അതിനൊരു രസമുള്ളൂ. അതാണല്ലോ അതിൻ്റെ ഒരു ആത്മാവെന്ന് പറയുന്നത്. അങ്ങനെ കൂടുന്ന സമയത്ത് അവതാരകന്റെയോ അവതാരികയുടെ, അത് ആങ്കറിന്റെ കണ്ണിൽ ആ ഒരു നക്ഷത്രം മിന്നുന്ന അദ്ദേഹം കണ്ടിട്ടുണ്ട് അത്രേ. എന്നാലല്ലേ അടുത്ത ആ ഒരു മതവിദ്വേഷത്തിനോ അല്ലെങ്കിൽ മറ്റൊരു വൈരത്തിന് വഴി വെട്ടാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ശാരിക, സ്വാഭാവികമായിട്ടും ഇപ്പൊ പറയുന്ന ഒരു കാര്യം, നമ്മൾ വിളിച്ചിരുത്തിയ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഡിബേറ്റിന് വിളിച്ചിരുത്തിയേക്കുന്ന ആളുകൾ പറയുന്നതിനകത്തൊരു കാര്യമുണ്ട് എന്ന് തോന്നുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്താണല്ലോ നോർമലി സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു നല്ല വാലിഡ് പോയിന്റ് കാണുമ്പോൾ തീർച്ചയായിട്ടും അവതാരകനും അല്ലെങ്കിൽ അവതാരിക ഒരു മനുഷ്യനാണ്, അവർക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ഒരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ചർച്ചകളിൽ ചിലവന്മാർ ഉടായ്പ പറയുന്നുണ്ട്. ചില നല്ല നീറ്റായിട്ടുള്ള നന്മമരങ്ങളെ ഒന്നും അല്ലല്ലോ ചർച്ചയ്ക്ക് പിടിച്ചിരുത്തുന്നത്. അപ്പുറത്ത് മതവിദ്വേഷ പ്രസ്താവന നടത്തിയതും ഇപ്പുറത്ത് അതിന് എതിര് പറഞ്ഞവനെയും പ്രതികരിച്ചവനെയും ആരോപണങ്ങൾ ഉന്നയിച്ചവനെയും ആരോപണ വിധേയരായവരെയൊക്കെ പിടിച്ചിരുത്തിയാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാതെ മറ്റേ ഈ പറയപ്പെടുന്ന അങ്ങ് സന്യാസി വര്യന്മാരെയോ മറ്റേ മത ശ്രേഷ്ഠന്മാരെയോ നന്മ മരങ്ങളെയോ ഒന്നും അല്ല ഈ ചാനൽ ചർച്ചകൾ വന്നിരിക്കുന്നത്. എന്തായാലും തീപ്പൊരി പാറും എന്നുള്ള 100% വിശ്വാസത്തിലും ഉറപ്പിലും ഭയത്തിലുമാണ് ഓരോ ആങ്കേഴ്സും അവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പോകുമ്പോൾ അത് മറ്റൊരാളെ അത്ര ഭീകരമായ രീതിയിൽ ഹേർട്ട് ചെയ്യരുത് എന്ന തലത്തിൽ അറിയാവുന്നത് കൊണ്ട് തന്നെ അവരതിനെ ഖണ്ഡിക്കും. അതെന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല, നിങ്ങൾ അതിനു മുമ്പ് ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, നിങ്ങൾ പണ്ടത്തെ ചർച്ചയിൽ ഇങ്ങനെ പറഞ്ഞത് എനിക്കറിയാമെന്ന് 100% റൈറ്റ് ആയിട്ട് ഈ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ഈ ആങ്കർ ഇരുന്ന് പറയും. അതിലെന്താണ് ജഗദീഷിന് ഇത്ര തെറ്റ് പറയാനുള്ളത്? അത്രയും ബോധമുള്ള ഒരു ആങ്കറാണ് അവിടെ ഇരിക്കുന്നത്. ഇതിന് ആൾക്കാർ കാണാൻ ഇടമുള്ളത് കൊണ്ടാണ് ഇന്നിപ്പോൾ ചർച്ചകൾ വിജയകരമായി മാറുന്നത്. അതുകൊണ്ടാണ് ചാനൽ ചർച്ചകളിലൊക്കെ വരികയും പല കാര്യങ്ങൾക്കും തീരുമാനം ഉണ്ടാകുകയും ചെയ്ത ചരിത്ര സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ എമ്പുരാന്റെ ഒരു വിഷയം ചോദിച്ചാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നാൽ ഒരു പക്ഷേ അതും വളരെ സട്ടിലായിട്ടാണ് ആങ്കർ അതിനകത്തും ചോദിക്കുന്നത്. വളരെ ഇങ്ങനെയുള്ള ഒരു സ്ക്രിപ്റ്റ് വന്നാൽ, എമ്പുരാനെ പോലെയുള്ള പൊളിറ്റിക്കലി അല്ലെങ്കിൽ റിലീജിയസ് പരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് വന്നാൽ താങ്കൾ ഇനി അത് ആലോചിച്ചിട്ട് എടുക്കത്തുള്ളൂ എന്ന് ചോദിച്ച ചോദ്യത്തിനാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ചാനൽ ചർച്ചകളിൽ ഞാൻ പലപ്പോഴും മിണ്ടാതിരുന്നത്. അപ്പൊ ജഗദീഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഒന്ന് ഞെട്ടി, പുള്ളി എന്ത് തെറ്റാണ് ചെയ്തത്, ഇക്കാര്യത്തിൽ എന്റെ വലിയ തെറ്റുണ്ടെന്ന് പുള്ളി പറഞ്ഞു സർക്കാസ്റ്റിക് ആയിട്ട്. അപ്പൊ ഞാനോർത്ത് പുള്ളി എന്ത് തെറ്റ് ചെയ്തു ഇങ്ങനൊരു വിഷയം, അത് ഞാൻ ഇങ്ങനെ പല പ്രാവശ്യം ചർച്ചകളിൽ വന്ന് ഈ സംഭവങ്ങൾ അങ്ങ് മൂക്കുമ്പോൾ ഒന്നും പറയാതിരുന്നു, ഒന്നും മിണ്ടാതിരുന്നു. അത് താങ്കളുടെ ധൈര്യക്കുറവാണ്, അല്ലെങ്കിൽ താങ്കൾ ആരെങ്കിലും ഭയന്നിട്ടുണ്ടാവണം. ഇന്നും താങ്കൾ എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കളുടെ ഒരു ലിമിറ്റിനപ്പുറം നിന്നുകൊണ്ട് താങ്കൾ ഒരാൾക്കും അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. എന്തിന് പല രൂക്ഷമായ കാര്യങ്ങൾ, പവർ ടീമുകൾ, അതിജീവിതയുടെ വിഷയങ്ങൾ, മലയാള സിനിമയിൽ ഉണ്ടാവാത്ത ഒരു ചീഞ്ഞ വിഷയങ്ങളും ഇനിയിപ്പോൾ ഈ ലോകത്തിന് കാണാനില്ല. അത്രയും ചീഞ്ഞ വിഷയങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്, മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഏതിനെ കുറിച്ചാണ് താങ്കൾ കാര്യമാത്ര പ്രസക്തമായിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും സംസാരിച്ചിരിക്കുന്നത്? താങ്കൾ മൗനിയായിരുന്നു. താങ്കൾ പ്രൊഫഷണലാണ്, എന്നാൽ പ്രൊഫഷണലിനപ്പുറം താങ്കളുടെ അധ്യാപകനായിരുന്നു, ഒരു കോളേജ് അധ്യാപകൻ. എന്നിട്ടും താങ്കൾ ഒരു ധാർമ്മിക ഉത്തരവാദിത്തത്തിന്റെ പുറത്ത് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഇന്നേ വരെ?
ശരിക്കും അത് മാത്രമല്ല ഇപ്പോൾ ശരിക്കും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും എപ്പോഴും ഈ മാധ്യമ പ്രവർത്തകരെയാണല്ലോ പറഞ്ഞത്. അവതാരിക എന്ന് പറയുന്നത് അവര് ജേർണലിസ്റ്റുകളാണ്. അവർ പഠിച്ച് ജേർണലിസ്റ്റ് ആയിട്ട് വന്നു. ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിന് അല്ലെങ്കിൽ ഒരു ഡിബേറ്റിന് അവർ ഇരിക്കുമ്പോൾ എന്തുമാത്രം ബാക്ക് ഹിസ്റ്ററി പഠിച്ചിട്ടായിരിക്കും അവർ വന്നിരിക്കുന്നതെന്നറിയോ? അത് നമുക്ക് കണ്ട് തന്നെ അറിയണം അവർ എത്രത്തോളം അതിന്റെ ബിഹൈൻഡിൽ വർക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നതെന്നുള്ളത്. ശരിക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സമൂഹത്തിൽ മൊത്തത്തിൽ ഇപ്പം ഈ പറയുന്ന സിനിമാക്കാർക്കാണെങ്കിൽ വേണ്ടത് അവർക്ക് വേണം, മാധ്യമ പ്രവർത്തകരെ വേണം. അതിപ്പം ഡിജിറ്റൽ ആണെങ്കിലും സാറ്റലൈറ്റ് ആണെങ്കിലും അവരെ വേണം. എപ്പോഴാണ് അവരുടെ ഒരു സിനിമ ഇറങ്ങാൻ നേരം പ്രൊമോഷന് വേണ്ടി ഈ പറയുന്ന ഡിജിറ്റൽ ജേർണലിസ്റ്റുകളെ അല്ലെങ്കിൽ ഡിജിറ്റൽ മാധ്യമങ്ങളെ അല്ലെങ്കിൽ സാറ്റലൈറ്റ് മീഡിയാസിനെ എല്ലാം വേണം. കാരണം എന്താ, അവർക്ക് പ്രൊമോഷൻ ചെയ്യണം, ആ സിനിമ ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കണമെങ്കിൽ ഈ പറയുന്ന മീഡിയംസ് വേണം. മീഡിയംസ് പിന്നെ ഈ ഡിജിറ്റൽ മാധ്യമങ്ങൾ കൂടുതലായി വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ, അതായത് ഡിജിറ്റൽ മാധ്യമങ്ങളോ അല്ലെങ്കിൽ സിറ്റിസൺ ജേർണലിസ്റ്റുകളോ, അതായത് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമ്മൾ ആരും ജേർണലിസ്റ്റ് ആണെന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്, അത് മാത്രം മതി. അപ്പോൾ അങ്ങനെയായപ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വന്നപ്പോൾ എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം തുറന്നു പറയാനുള്ളൊരു വേദിയായി. അങ്ങനെ ആയതിനു ശേഷമാണ് ഈ മാധ്യമ പ്രവർത്തകരെ മാപ്രകളെന്നും അല്ല ഓരോ പേരുകൾ വിളിച്ച് ഇൻസൾട്ട് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര അരോചകമായിട്ട് അവരെ ഒന്നും അല്ലാത്ത ആളുകൾ എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ അങ്ങനെ പറയുമ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ പറയുന്ന ഇതാണോ മാധ്യമധർമ്മം, അതാണോ മാധ്യമധർമ്മം, ഇങ്ങനെയൊക്കെ പുച്ഛിക്കുന്നത് കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു മാധ്യമ പ്രവർത്തകർ എങ്ങനെ വേണം എന്നാണ് ഈ പബ്ലിക് പറയുന്നത്, അല്ലെങ്കിൽ ഈ വിമർശിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ എന്താണ് മാധ്യമ പ്രവർത്തനം? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? വളരെ നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുന്നത് പോലെ അമ്മയോടും അച്ഛനോടും ഒക്കെ സംസാരിക്കുന്ന പോലെ നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ വന്ന് പബ്ലിക്കിന് മുന്നിൽ പറയുന്നതാണോ? അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാത്തവരെ അറിയിക്കുക എന്നത് അവരുടെ ജോലിയാണ്, അവരുടെ ജോലിയുടെ ഒരു ഭാഗമാണ്. അത് കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണാൻ താല്പര്യമില്ല, നിങ്ങൾ മിണ്ടാതെ പോവുക, കാണാതിരിക്കാന്നേ ഉള്ളൂ. പക്ഷേ ഇതാണോ മാധ്യമധർമ്മം, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഓക്കെ, അങ്ങനെ ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ ഈ എഴുതി വെച്ചേക്കുന്ന പാഠപുസ്തകങ്ങളും അല്ലെങ്കിൽ ഈ കോഴ്സുകളും ഇതെല്ലാം എടുത്തു കളഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു രീതി കൊണ്ടുപോകുക, അല്ലെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അല്ലാതെ ചുമ്മാ ആ കറക്റ്റായിട്ടുള്ള രീതികൾ ഫോളോ ചെയ്ത് പഠിച്ച് ഇറങ്ങി ഒരു ജോലി നേടി ആ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവരെ വെറുതെ ഇരുന്ന് വിമർശിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുകൊണ്ട് ഇങ്ങനെ വിമർശിക്കാൻ നിൽക്കുന്നവരെ ഒന്നെങ്കിൽ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ട് വിമർശിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തും അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും നിങ്ങൾ ഇടപെടാതിരിക്കുക, നിങ്ങളുടേതായ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുക. പിന്നെ ഞാൻ എന്തായാലും ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് ഒട്ടും യോജിക്കുന്നില്ല ശരിയാ. കാരണം അവതാരകർ ഒരിക്കലും ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളായിട്ട് തോന്നിയിട്ടില്ല. പ്രശ്നങ്ങളെ പലപ്പോഴും നിയന്ത്രിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുമുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ജഗദീഷ് പറഞ്ഞ ഒരു അടച്ചാക്ഷേപം അത് തീർച്ചയായിട്ടും ഖേദകരമാണ്, അപലപനീയമാണ്. തീർച്ചയായിട്ടും അത് അദ്ദേഹം പുനഃപരിശോധിക്കേണ്ടത് തന്നെയാണ്. ഒരിക്കലും ഒരു അവതാരകനോ അവതാരിക പരിപാടിയുടെ വിജയത്തിന് അഹോരാത്രം പ്രയത്നിക്കുന്നവരാണ്. അത് ഏത് ചർച്ച ആയിക്കോട്ടെ, അവാർഡ് നൈറ്റ്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള എന്ത് പ്രോഗ്രാമിനും നിങ്ങൾക്ക് അവതാരകരെ വേണം. എന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ, അതിനെതിരെ സംസാരിച്ചാൽ അവർ പിന്നെ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ തീവ്രവാദങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരായി മാറുന്നു. അതെന്തായാലും താങ്കളെ പോലെ ഒരു പ്രൊഫസറായിരുന്ന മനുഷ്യൻ പറയാൻ പാടില്ലാത്തൊരു വർത്തമാനം തന്നെയായിരുന്നു. എങ്കിലും തീർച്ചയായിട്ടും താങ്കൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമെന്നും അത് തിരുത്തി പറയുമെന്നും നമ്മൾ വിശ്വസിക്കുന്നു.